പിന്നെന്താ തോന്നാലോ? ആരതി പറഞ്ഞു, സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും തോന്നുന്ന ലൈംഗിക താല്പര്യത്തെയാണ് സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത്. അതുപോലെ ഒരു വ്യക്തിക്കു തന്നെ സ്ത്രീകളോടും പുരുഷന്മാരോടും രണ്ടുപേരോടും ലൈംഗിക താല്പര്യം തോന്നാം. ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണെന്ന് പണ്ട് വിചാരിച്ചിരുന്നു. ഇന്ന് ശാസ്ത്രവും നിയമവും ഒക്കെ ഇത് സ്വാഭാവികമാണെന്ന് അംഗീകരിക്കുന്നു. ആരംഗീകരിച്ചു? അനാവശ്യം പറയുന്നതിനു വേണ്ടി അതിര് ഇവിടെ ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നിയമം കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 378 എൻ്റെ കയ്യിൽ കുറേ കടലാസ് കാണുമ്പോൾ ഇതൊക്കെ ഇയാൾ പറഞ്ഞു തീർക്കുമോ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ഞാനതൊന്നും വായിക്കാനല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഫുട്ബോളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കളി എന്ന് ചോദിച്ചപ്പോൾ ആ കളി കാണാൻ പോയ ആൾ പറഞ്ഞു, നന്നായി ടീം കളിച്ചു, പക്ഷേ ഗോളടിക്കാൻ പറ്റിയില്ല. അതേപോലെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒളിയ അജണ്ടകൾ നമ്മളെല്ലാ സംഘടനകളും കൂടി ഇതുപോലെയുള്ള സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ പത്രമാസികകളിലൂടെ എഴുതുകയും എല്ലാം ചെയ്യുക, അങ്ങനെയൊക്കെ ബോധവൽക്കരിച്ച് നന്നായി നമ്മൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് അവസാനം ഇത് ഗോളടിക്കാതെ പോകാൻ പാടില്ല. എന്താ ഈ ഗോളടിക്കുക എന്നുള്ള ഉദ്ദേശിച്ച് വെച്ചാൽ, ഇപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് പാഠ്യപദ്ധതിയിലൂടെ നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മക്കൾ ഇത് പഠിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു വീട്ടുകാരൻ എന്തോ ഒരു സാധനം കലക്കിയിട്ട് ഇത് നല്ല സാധനമാണ്, ഇത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അയാളത് അയാളുടെ കിണറ്റിൽ കലക്കിയിട്ട് അതിന് വെള്ളം മുക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാർക്കും പ്രശ്നമല്ല. അത് അയാളെ കുടുംബത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ. പക്ഷെ ഈ ആശയക്കുഴപ്പമുള്ള സാധനം കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു പൊതു കിണറുണ്ട്, ആ പൊതു കിണർ കൊണ്ടുപോയി കലക്കുകയാണെങ്കിലോ അത് പ്രശ്നമാണ്. അതെല്ലാവരെയും ബാധിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. ഇത് ഏതെങ്കിലും ഒരു സംഘടനയോ സംവിധാനമോ അവരുടേതായ ഒരു സംവിധാനത്തിലൂടെ സെമിനാറും പരിപാടിയും പ്രോഗ്രാമുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ഒരു പരിപാടി എന്ന് വെച്ച് കണ്ടാൽ മതി. ഇതങ്ങനെയല്ല. ഇത് കേരളത്തിലെ മുഴുവൻ കുട്ടികളും പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ ഇത് കലക്കാൻ പോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പാഠ്യപദ്ധതിയിലേക്ക് അതിൻ്റെ കരട് രേഖയിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിൻവലിക്കുന്നതുവരെ ഈ പോരാട്ടം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ ഗോളടിക്കുക എന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരാവേശത്തിന് എല്ലാവരും കുറേ സെമിനാറും പ്രോഗ്രാമും കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് അവസാനം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന ഒരു തോന്നലിൽ നമ്മളത് അവസാനിപ്പിച്ചാൽ ഇത് അതിൻ്റെ വഴിക്ക് നടക്കുകയും ചെയ്യും, ആ കാര്യങ്ങൾ പുസ്തകമായിട്ട് വരികയും ചെയ്യും. ആ പുസ്തകം ഒരിക്കലും പിന്നെ നമുക്ക് തിരുത്താനും കഴിയില്ല. കാരണം മുമ്പ് മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് വന്നിരുന്നു, 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത്. അതിന് എല്ലാവരും അതിനെതിരെ രംഗത്തിറങ്ങി വമ്പിച്ച പ്രക്ഷോഭങ്ങളുണ്ടായി. അവസാനം ഗവൺമെൻറ് അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഒരു പേജ് മാത്രം കീറിയാൽ അതിൻ്റെ പ്രശ്നം അവസാനിച്ചിരുന്നു. അത് കീറി അവിടെ വേറൊരു പേജ് വെക്കാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. അതോടെ പ്രശ്നത്തെ എന്ത് ചെയ്തു, പരിഹരിക്കാൻ സാധിച്ചു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് എല്ലാ വിഷയത്തിലും, കണക്കിലും ഇംഗ്ലീഷിലും സയൻസിലും സോഷ്യലിലും എല്ലാ വിഷയത്തിലും കറിയിൽ ഉപ്പ് ലയിച്ച് ചേരുന്നത് പോലെ ലയിച്ചു ചേരാൻ പോകുന്ന ഒരു മാരകമായ വിഷമാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഈ ആശയം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും 6 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെ കടത്തിക്കൊണ്ടുവരുന്നു എന്നതാണ്. അതെന്താ എന്നുള്ളത് താത്വികമായിട്ട് ഇവിടെ എല്ലാവരും അവതരിപ്പിച്ചു. ഞാൻ ലളിതമായി 2 വരി മാത്രം അതിനെപ്പറ്റി പറയണം. അതായത് ഇനി മിനിമം പറഞ്ഞാൽ, ഇവിടെ സ്ത്രീകൾ ധാരാളം ഉണ്ടല്ലോ, അവർക്കും കൂടി മനസ്സിലായിക്കോട്ടെ വിചാരിച്ച് പറയണം. ലേബർ റൂമിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ നിരവധി തവണ നിന്നതാണ് നമ്മുടെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടി കരഞ്ഞാൽ നഴ്സ് കുട്ടിയെയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും, അല്ലേ? കുട്ടി ഏതാ കുട്ടി എന്നാണ് നമുക്ക് അറിയേണ്ട ഒരു ആഗ്രഹം. എന്നാൽ ഇനിയുള്ള കമ്മ്യൂണിറ്റിയിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ്. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ജനനത്തോടു കൂടി തീരുമാനമാകുന്നില്ല. മറിച്ച് ആ കുട്ടി ഒരു 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ എത്തിയ ശേഷം ആ കുട്ടി തീരുമാനിക്കുക ഞാൻ എന്ത് ജെൻഡറാണ് എന്നത്.
എന്നിട്ട് ആ കുട്ടിയെ തീരുമാനിച്ചിട്ട് ക്ലാസ് ടീച്ചറോട് പറയണം എന്ത്, ഞാൻ ആൺകുട്ടിയാണ്, സംഗതി ആണിൻ്റെ ശരീരമൊക്കെയാണ്, പക്ഷേ ഞാൻ എൻ്റെ ജെൻഡർ നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്ത് ചെയ്യും, ടീച്ചർ ക്ലാസ്സിൽ വലിയ സംഭവമാക്കി മാറ്റും. ആ കുട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും. എന്നിട്ട് അസംബ്ലിയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ജെൻഡർ പ്രഖ്യാപിക്കുകയാണ്, ഒരു സമ്മാനമോ കേക്ക് മുറിക്കലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടി പറയും ഞാൻ പെണ്ണാകുന്നു. അപ്പോൾ ഇതിലെല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. എന്നിട്ട് അന്ന് മുതൽ ആ കുട്ടിനെ പെണ്ണായിട്ട് എന്ത് ചെയ്യണം, ആ സ്കൂളിലും വിദ്യാലയത്തിനും പരിഗണിക്കണം എന്നതാണ് ഇതിൻ്റെ മിനിമം തിയറി. എന്നാൽ അതേ കുട്ടി തന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോൾ ഈ കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണല്ല, ഞാൻ ആണാകണം വേണ്ടത്. അപ്പം അന്ന് അവന് എന്ത് ചെയ്യുക, ജെൻഡർ ഒന്നും കൂടി പ്രഖ്യാപിക്കുക, ഒരാണായിട്ട് ഇങ്ങോട്ടും മാറാം. അങ്ങനെ തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമാക്കണം, അതിനൊക്കെ അനുവാദം കൊടുക്കുക. ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ട്വീറ്റ് പറഞ്ഞല്ലോ, അത് നിങ്ങളെല്ലാവരും കാണാപ്പാഠം പഠിക്കണം എന്ന് എനിക്ക് പറയുള്ളത്. ഇപ്പോഴും ഉണ്ട് ആ സാധനം. ഇംഗ്ലീഷ് അറിയണത് ഇംഗ്ലീഷ് പഠിക്കണം. അത് ഇംഗ്ലീഷ് വഴങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പരിഭാഷ ഒന്ന് വായിക്കാം. സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. ഇത് നേടുന്നതിന് ആദ്യമായി സമൂഹത്തിൻ്റെ എതിർവർഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധത്തിൻ്റെ ബ്രാക്കറ്റിൽ ഹെറ്ററോ നോർമേറ്റീവിൻ്റെ പ്രതീക്ഷകളുടെ ഭാരത്താൽ തടസ്സപ്പെടാത്ത ഒരു സ്വതന്ത്ര അന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശന മാർഗം തുറന്നു കൊടുക്കണം എന്നാണ്. ഹെറ്ററോ നോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സംവിധാനത്തെയാണ് പറയുന്നത്. എതിർവർഗ ലൈംഗികത, ആണിന് പെണ്ണിനോടും പെണ്ണിനോട് ആണിനോടും തോന്നുന്ന ആ ഒരു ലൈംഗികമായ സ്വഭാവമാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്നത്. വിവാഹമൊക്കെ അങ്ങനെയാണ്. ഇനി അതിൻ്റെ ഭാരത്താൽ, അതൊരു ഭാരമാണ്, ആ ഭാരത്താൽ തടസ്സപ്പെടാത്ത പുതിയൊരു സംസ്കാരം, അതിനെതിരായ ഒരു സംസ്കാരത്തിലേക്ക് ഈ തലമുറയെ കൊണ്ടുവരലാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉത്തരവാദപ്പെട്ട അവരുടെ അക്കൗണ്ടിലൂടെ ട്വീറ്റ് ചെയ്തതാണ്. ഈ സംസാരിക്കുന്ന ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും ആ ട്വീറ്റ് ആളുകൾ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി എന്തിലേക്കാ പോകാനുള്ളത്? അത് നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണും പെണ്ണും തമ്മിലുള്ള രതി, അതാണ് ലെസ്ബിയനിസം അഥവാ എൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആണും ആണും തമ്മിലുള്ളത്, അതിനാണ് ഗേ അഥവാ ജി എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൈസെക്ഷൽ അഥവാ ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം എന്നത്, അതാണ് ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ജെൻഡർ, പെണ്ണിന്റെ ശരീരവും ആണിന്റെ മനസ്സും, ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമുള്ള ഒരു വിഭാഗം, അവരെയാണ് ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർസെക്സ്, അവയവങ്ങളിൽ അവ്യക്തതയുള്ള ആളുകൾ, അവരെയാണ് ഇന്റർസെക്സ് എന്ന പേരിൽ ഐ എന്ന അക്ഷരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവ്യക്തതയുള്ള ആളുകൾ, അവരെയാണ് ക്യൂർ എന്ന ആ വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തവർ എന്ന രീതിയിൽ അറിയിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകൾ, അവരെയാണ് എ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഓരോ ദിവസം കൂടുമ്പോഴും ഈ അക്ഷരങ്ങൾ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ LGBTQIA+++ ഇങ്ങനെ ഈ അക്ഷരം പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സ് തോന്നുന്നതൊക്കെ എന്ത് ചെയ്യണം, ജെൻഡറായി അനുവദിച്ചു കൊടുക്കണമെന്ന ആ പുതിയ തത്വം ഇനി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. ഈ ഹെറ്ററോ നോർമാറ്റീവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള സിസ്റ്റത്തെ തകിടം മറിക്കുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായി ഈ ട്വീറ്റിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിഷയം അതാണ്. രണ്ടാമത്തേത് ലജ്ജയില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ്. ലജ്ജ എന്ന് പറയുന്നത് ഇവരുടെ അർത്ഥത്തിൽ എന്തോ ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്കറിയാം, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിന്റെ പകുതിയാണ് ലജ്ജ. ആ ലജ്ജ ഊരിക്കളഞ്ഞാൽ പിന്നെ വിശ്വാസം പോകാൻ എന്തില്ല, അധികം വഴിയൊന്നും വേണ്ട. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ഓരോരുത്തരുടെയും ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വതന്ത്രവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് എന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ പ്രശ്നം. അതേപോലെ തന്നെ നാലാമത്തെ വിഷയം, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാർമ്മികത, സദാചാരം, മൂല്യം എന്നൊക്കെ പറയുന്നത് ഇനി മുതൽ അശ്ലീല പദപ്രയോഗങ്ങളാണ്. ഏതുപോലെ
മദ്യം, കൊലപാതകം, സ്ത്രീധനം, പീഡനം എന്നൊക്കെ പറയുന്ന വാക്ക് പോലെയാണെന്ത് ഇനി ധാർമ്മികത, സദാചാരം എന്നൊക്കെ പറയുന്നത് അശ്ലീല പദപ്രയോഗങ്ങളായി മാറ്റിക്കൊണ്ടുവരികയാണ്. മാത്രവുമല്ല, മതവിശ്വാസത്തിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മറ്റു സമുദായത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ വിചാരിക്കേണ്ട ഇത് ഇസ്ലാമികമായ തത്വശാസ്ത്രങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത് എന്നാരും കരുതേണ്ടതില്ല. ഇവിടെയുള്ള ഹൈന്ദവ മതവിശ്വാസങ്ങളിലും ക്രൈസ്തവ മതവിശ്വാസങ്ങളിലും അങ്ങനെയുള്ള ധാർമ്മികതയോട് ഓരം പറ്റി നിൽക്കുന്ന എല്ലാവരുടെയും വിശ്വാസ ആദർശങ്ങളിൽ നേരിട്ട് കൈകടത്തുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. തെളിവുകൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പ്രധാനമായി ഇവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുറെ കാലങ്ങളായി ഇവിടെയൊക്കെ അതിഥികളൊക്കെ സംസാരിച്ചു. നേരത്തെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയൊക്കെ സംസാരിച്ചു ഇതിന്റെ പിന്നിലുള്ള തത്വശാസ്ത്രം എന്താണ് എന്ന്. ഇവിടെ മതരഹിത സമൂഹം ഉണ്ടാകണം എന്നതാണ് കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു വിഷയം. അത് നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിലവിലുള്ള ഫാമിലി സെറ്റപ്പ് കൊണ്ടാണ്. അതായത് ഒരു മുസ്ലിം ഇന്ന് ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കുന്നത് 90%, 99% അങ്ങനെയാണ്. ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന മക്കൾ ആരായിരിക്കും? അവരുടെ ആ മതവിഭാഗത്തിൽപ്പെട്ട മക്കളായിട്ടാണ് പിന്നെ അടുത്ത തലമുറയും ജനറേഷനും വരിക. അപ്പൊ ഒരു കാലത്തും ഇവിടെ മതം വേരറ്റു പോവുകയില്ല ഈ സിസ്റ്റം തുടർന്നാൽ. അപ്പൊ അതിനെന്തു വേണം? ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിക്കണം. എന്നിട്ട് അവർ മതം മാറാൻ പാടില്ല. മതം മാറിയ പിന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ കുട്ടികളാണ് പിന്നെ ഉണ്ടാവുക. അതായത് യുവാവ് ഹിന്ദുവായി നിൽക്കണം, യുവതി എന്തായി നിൽക്കണം? പിന്നെ മുസ്ലിമായിട്ട് നിൽക്കണം. അഥവാ മിശ്ര വിവാഹം എന്ന് നമ്മൾ പേര് പറയുന്നത്. അങ്ങനെ മിശ്ര വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ പിന്നെ രണ്ട് മതവും അനുസരിച്ച് വളർത്താൻ കഴിയില്ല. കാരണം ഭർത്താവിന്റെ ഇതനുസരിച്ച് ഭർത്താവ് മുസ്ലിം ആണെങ്കിൽ പിന്നെ ഹിന്ദു ആണെങ്കിൽ ആ കുട്ടിനെ അമ്പലത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് എന്താവൂല? അത് പറ്റൂല. ഭാര്യയുടെ മതം ഇസ്ലാം ആണെങ്കിൽ ഈ കുട്ടിയെ മദ്രസ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യൂല? അംഗീകാരം. അവർ രണ്ടാളും എന്ത് തീരുമാനിക്കും? അമ്പലത്തിലും പോകണ്ട, പള്ളിയിലും പോകണ്ട, മദ്രസും വേണ്ട, ഒന്നും വേണ്ട, അവൻ അതൊന്നും ഇല്ലാതെ വളരട്ടെ എന്ന് പറയും. അപ്പൊ പിന്നെ അവന് വലുതായി വരുമ്പോ അവൻ എന്തുണ്ടാവില്ല? മതം ഉണ്ടാവില്ല. അവൻ കല്യാണം കഴിക്കുക പിന്നെ മതമില്ലാത്ത ഒരാളെ ആയിരിക്കും. പിന്നെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ മതമില്ലാത്ത കുട്ടികളായിരിക്കും. അങ്ങനെ മതരഹിത സമൂഹം കൃത്യമായി ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നടക്കുന്നത്. അതിനനുസരിച്ചുള്ള രീതിയാണ് ഇന്ന് വിദ്യാലയ തലത്തിൽ എത്തിച്ചിട്ടുള്ളത്. അതിനു വേണ്ടി ഇറക്കിയിരിക്കുന്ന സംഗതി നമ്മൾ വിചാരിക്കേണ്ട ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷം തുടങ്ങിയ പരിപാടി അല്ലത്. 2018 തുടങ്ങി വെച്ചതാണ്. 2018 ആ 2018 തുടങ്ങി വെച്ച സംഭവത്തിൽ 2021 ആയപ്പോൾ ഇറക്കിയ ഒരു സാധനമാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ, അതിന്റെ പഠന സഹായി എന്ന പേരിലുള്ള ഏകദേശം 71ഓളം പേജുള്ള ഒരു മൊഡ്യൂൾ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ജെൻഡർ ക്ലബ്ബ് സ്കൂളുകളിൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ അതിലുള്ള രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സ് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കുവാനുള്ള ഫെസിലിറ്റേറ്റർമാർക്കുള്ള പരിശീലകർക്കുള്ള മൊഡ്യൂളാണ് ഈ സാധനം. ഈ മൊഡ്യൂളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ വശങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ പുറകെയാണ് ജെൻഡർ ക്ലബ്ബ് സ്കൂളിൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന സർക്കുലറാണിത്. ജെൻഡർ ക്ലബ്ബ് എന്ന സംഭവം ഇതും തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സംവിധാനമാണ്. അപ്പൊ ഇത് പരിശീലകർക്കുള്ള കുറിപ്പ്. അത് കഴിഞ്ഞ് ആ പരിശീലനം കഴിഞ്ഞാൽ സ്കൂളിൽ ജെൻഡർ ക്ലബ്ബ് ഉണ്ടാക്കാനുള്ള സർക്കുലർ. ഈ സർക്കുലർ അനുസരിച്ചുകൊണ്ട് പല സ്കൂളുകളിലും വിൽപ്പന്തായിട്ടുണ്ട്. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജെൻഡർ ക്ലബ്ബ് രൂപീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പിറകെയാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് സമൂഹ ചർച്ചക്കായുള്ള കുറിപ്പ് എന്ന് പറയുന്ന ഏകദേശം 99ഓളം പേജുള്ള ഈ ബൃഹത്തായ സാധനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ കേരളത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ഈ ആശയങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും ചർച്ച നടക്കാൻ പോകുന്നത് PTA-കളിൽ ചർച്ച നടക്കാൻ പോകുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ആ ചർച്ച നടക്കുമ്പോൾ അതിൽ കൃത്യമായി രക്ഷിതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിന്റെ വിയോജിപ്പ് കൃത്യമായി രേഖാമൂലം കൊടുക്കുകയും അത് ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ അത് എത്തേണ്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്താൽ മാത്രമേ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും തയ്യാറാകണം. അതിനെന്ത് വേണം? കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ. ഇത് സംസ്ഥാന തലത്തിൽ വേണം, ജില്ലാ തലത്തിൽ വേണം, ഇത് മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങണം, ഇത് ശാഖകളിൽ
ബ്ലോക്കുകളിൽ, യൂണിറ്റുകളിലേക്ക് ഇറങ്ങണം. അത് എല്ലാ സംഘടനയും നിർവഹിക്കണം. അതിവിടെയുള്ള മുസ്ലിം സംഘടനകൾ മാത്രമല്ല, ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഈ ഒരു നാട്ടിൽ നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാകാതിരിക്കണമെങ്കിൽ ഈ സംവിധാനം ബോധവൽക്കരിക്കുക എന്നത് പ്രധാനമാണ്. ഈ അജണ്ട നീട്ടിവെച്ചുകൂടാ. ഇത് ഈ വരുന്ന PTA മീറ്റിങ്ങുകൾക്ക് മുമ്പ് തന്നെ സമയബന്ധിതമായി ചെയ്തു തീർക്കുകയും ആ PTA മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ ചെല്ലുമ്പോൾ ഇതിന്റെ വരികളും വാചകങ്ങളും കാണാതെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ സ്ത്രീകളടക്കം ഇത് പഠിക്കണം. ഈ PTA മീറ്റിങ്ങൊക്കെ ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേര് സ്ത്രീകളാണ്. ആകെ ഒരു 100-500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ അതിൽ ആകെ 50 പുരുഷന്മാരുണ്ടാകുക, ബാക്കിയൊക്കെ സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വിഷയമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് വെറും ഇതിൻ്റെ ഒരു തത്വം മാത്രമല്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇനി ഭാവിയിൽ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയണം. ഒന്ന്, ഈ ചട്ടക്കൂട് വായിക്കണം. രണ്ടാമത്തത്, ഈ ജെൻഡർ ന്യൂട്രൽ ക്ലബ്ബ് സ്കൂൾ രൂപീകരിക്കാനുള്ള ഈ സർക്കുലർ നമ്മൾ കാണണം. അതേപോലെ തന്നെ GRC എന്ന് പറഞ്ഞ് ജെൻഡർ റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിനുള്ള ഒരു പ്രത്യേക സംവിധാനവും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സർക്കുലർ നമ്മൾ വായിക്കണം. ഇതാണ് ആ സാധനം, മാതൃകാ ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ പരിശീലനം. ഈ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതോടൊപ്പം തന്നെ വായിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ട്രെയിനിങ് മൊഡ്യൂൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കരിക്കുലം തയ്യാറാക്കിയ വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ആശയ തലത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് മുന്നോട്ട് വെച്ച പാർട്ടിയുടെ പോളിസികളെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ വിദ്യാർത്ഥി സംഘടന ഇന്ന് ക്യാമ്പസിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞ ആ പോസ്റ്ററുകളിലെ ആശയങ്ങൾ, അതിരുകളില്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ആ പോസ്റ്ററുകളും അതിൻ്റെ ഉള്ളടക്കങ്ങളും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷതയിൽ ഈ 45ഓളം കോളേജുകളിലെ കുട്ടികളെ 2 പാർട്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗം ജെൻഡർ ന്യൂട്രാലിറ്റി അംഗീകരിച്ചുകൊണ്ടും മറുവിഭാഗം ജെൻഡർ ന്യൂട്രാലിറ്റി എതിർത്തുകൊണ്ടും ഓൺലൈനിൽ നടത്തിയ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ നടത്തിയ ആ ഡിബേറ്റ് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. NSSന്റെ ക്യാമ്പ് കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിലും ഇന്ന് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായൊരു മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ആ മൊഡ്യൂളിൽ സമദർശൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂള് അടിമുടി പറയുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയമാണ്. അതനുസരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് NSS ക്യാമ്പുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രചരിപ്പിക്കുന്ന പത്രങ്ങളിലെ ലേഖനങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഓരോ ദിവസവും വൈകുന്നേരം ചാനലുകളിൽ ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വരുന്ന അവരുടെ സൈദ്ധാന്തിക ആളുകൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കൂല, അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഞങ്ങൾ ചർച്ചയാക്കണത് എന്നാണ്. ഇവിടെ നമുക്ക് സഹതാപം തോന്നുന്നത്, ആര് പറഞ്ഞു ഇതൊരു യൂണിഫോമിന്റെ മാത്രം പ്രശ്നമാണ്? അതാണെങ്കിലല്ലേ ആ മറുപടി ശരിയാകുള്ളൂ. മന്ത്രി പോലും ഈ ഇറക്കിയതൊന്നും കണ്ടിട്ടില്ലേ? നമുക്കറിയില്ല. ഇതുവരെ ഈ ചട്ടക്കൂടിനുള്ളിലുള്ള, ഈ ആരോഗ്യ പഠന സഹായിയുടെ ഉള്ളിലുള്ള, ഈ ജെൻഡർ ക്ലബിന്റെ ഉള്ളിലുള്ള ഈ ലിഖിതമായി വന്നിരിക്കുന്ന സംഗതികളെ കുറിച്ച് മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അത് പിൻവലിച്ചു എന്നോ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വലിയൊരു ആൽമരമുണ്ട്. ആൽമരം കാറ്റടിച്ചാൽ ഇങ്ങനെ പുഴങ്ങി നിൽക്കുകയാണ്, വേരടക്കം പുഴങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പരാതി കൊടുത്തു, ഇത് വെട്ടണം, ഇത് ഒഴിവാക്കണം, ഞങ്ങളെ വീടിന് പ്രയാസമുണ്ട്. അപ്പൊ നാട്ടിൽ പ്രയാസമായി. അവസാനം എന്ത് ചെയ്തു? ഇതിന്റെ ബോർഡൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചിട്ട് എന്ത് പറഞ്ഞു? പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ പരിഹാരം? നിങ്ങളെ വീടിന്റെ അടുത്തേക്ക് വരുന്ന ഒരു ചില്ലുണ്ടല്ലോ, അത് കൊത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്മതമാകുമോ? വേരിളകി നിൽക്കുന്ന സാധനമാണ്. അതല്ല നമ്മുടെ ആവശ്യം. അത് മുകളിലേക്ക് വന്ന ആ ഇല കൊത്തിക്കളയലല്ല, ആ ചില്ല കൊത്തിക്കളയലല്ല, ഇത് വേരോടുകൂടി പിഴുതെറിയേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ഈ ആൽമരം നമ്മുടെ കുടുംബ സംവിധാനത്തിന് മുകളിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില്ലകൾ മാത്രം വെട്ടിയാൽ പോരാ, അത് വേരടക്കം അവിടുന്ന് പിഴുതെറിയുന്നത് വരെ ഈ ഒരു സമരവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ലക്ഷ്യം കാണുന്നത് വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ത്രാണിയും തന്റെ ഇടവും ഇവിടെയുള്ള ധാർമ്മിക ബോധമുള്ള എല്ലാവരും കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വിഷയത്തെ കാണുമ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ വിഷയത്തിൽ 2 ഉദ്ധരണികൾ മാത്രം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, സ്ത്രീകളുടെ വിവേചനത്തിന് എതിരിലാണ് ഇതൊക്കെ, അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു മൂടുപടമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സ്ത്രീകളുടെ വിവേചനം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ അറിയോ, സ്ത്രീകളുടെ വിവേചനം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട കേരളത്തിലെ സ്ത്രീകൾ ഭയങ്കര വിവേചനത്തിലാണ്. അങ്ങനെയൊന്നുമില്ല. അത് പറഞ്ഞുണ്ടാക്കുകയാണ് ഇവിടെ. പണ്ട് മറക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു, സതിയുള്ള ഒരു കാലമുണ്ടായിരുന്നു, ശൈശവ വിവാഹം നിലനിന്ന് വരുന്ന കാലമുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു, ഒരു വിവേചനമുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്ത് ഇന്ന് സ്ത്രീകളല്ലേ കുറെ കാര്യത്തിൽ മുന്നിൽ. ഏതൊരു റിസൾട്ട് വന്നാലും 1, 2, 3 റാങ്ക് സ്ത്രീകൾക്കാണ്. ശേഷമാണ് ആൺകുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് പഠിക്കാനും ചിന്തിക്കാനും വളരാനും യഥേഷ്ടം സമയം കൊടുക്കുന്ന ഒരു കാലമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു പോകുന്നു വേണ്ട. പിന്നെ സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊരു സത്യമാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ അവരെ ലൈംഗികമായ ചൂഷണം നടക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾ പീഡനത്തിന്റെ, അതൊരു വസ്തുതയാണ്. പക്ഷേ അതിനുള്ള മരുന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല. തലവേദനക്കുള്ള മരുന്ന് തലയങ്ങ് വെട്ടിക്കലയലാണ് എന്ന് പറഞ്ഞാൽ ഏതുപോലെയുണ്ടോ അതുപോലെയാണ് സ്ത്രീ വിവേചനത്തിനുള്ള മരുന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് എന്ന് പറയുന്നത്. അതിന് ലിംഗനീതിയാണ് ആവശ്യം, ജെൻഡർ ജസ്റ്റിസ് ആണ് ആവശ്യം. അതിനാരും ഇവിടെ എതിരല്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇവരെന്തോ ഒരു സ്ത്രീ വിരുദ്ധ ആളുകളാണ്, പ്രാകൃതരാണെന്നൊന്നും വിചാരിക്കണ്ട. ജെൻഡർ ജസ്റ്റിസിന് എല്ലാവരും അനുകൂലമാണ്. ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് രണ്ടും ഒന്നിപ്പിക്കുവാനും മിങ്കിള് ചെയ്യിപ്പിക്കുവാനും പുരുഷന്റെയും സ്ത്രീയുടെയും അസ്തിത്വം തന്നെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ആ ഒരു അപകടകരമായ അജണ്ടയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുറന്നു കാണിക്കുന്നത് എന്ന കൃത്യമായ ധാരണ വേണം. അതാണ് ഇവര് ജെൻഡർ ജസ്റ്റിസ് ആണെങ്കിൽ ലിംഗനീതി എന്ന വാക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിൽ പ്രയോഗിച്ചാൽ മതി. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ബോധപൂർവം പ്രയോഗിക്കുന്ന 3 പദങ്ങളുണ്ട്. ആ 3 പദങ്ങൾക്കും വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അതിൽ 5-ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. വിദ്യാസമ്പന്നമായ ഒരു പ്രദേശത്തിന് ചേരാത്ത പല പ്രവണതകളും ഇപ്പോഴും നിലനിൽക്കുന്നു. ലിംഗനീതി, ലിംഗസമത്വം, ലിംഗാവബോധം എന്നിവ ഉളവാകാൻ ആവശ്യമായ അംശങ്ങൾ പാഠ്യപദ്ധതിയിൽ വലിയ തോതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചെറിയ തോതിലൊന്നും പോലെ വലിയ തോതിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ലിംഗനീതി ഉണ്ടാകണം എന്ന് പറഞ്ഞ പോലെ എന്തിനാ ലിംഗസമത്വം എന്നും ലിംഗാവബോധം എന്ന പദം? ആ ലിംഗാവബോധം മന്ത്രി ആർ ബിന്ദു നൽകിയ ട്വീറ്റിൽ പറയുന്ന ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറയുന്ന ഇപ്പൊ നിലവിലുള്ള കുടുംബ സംവിധാനത്തെ ഒഴിവാക്കി LGBTQIA+ എന്ന് പറയുന്ന പുതിയ ആ ഒരു സംസ്കാരത്തെയാണ് ഇവിടെ ലിംഗാവബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ല എങ്കിൽ അത് പറയേണ്ടത് മന്ത്രി ആർ ബിന്ദുവാണ്. അല്ല എങ്കിൽ അത് പറയേണ്ടത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ്. അല്ല എന്ന് പറയേണ്ടത് നമ്മുടെ സർക്കാരാണ്. ഇതുവരെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു യൂണിഫോം നടപ്പാക്കൂല, അത് അടിച്ചേൽപ്പിക്കൂല, അതും നടപ്പാക്കൂല എന്നല്ല പറയണത്. അത് നിങ്ങളെല്ലാവരും അനുവാദം ഉണ്ടെങ്കിലേ നടപ്പാക്കുള്ളൂ എന്നാണ്. അപ്പൊ അനുവാദം കിട്ടാനുള്ള പണിയും ട്രെയിനിങ്ങും ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടത്തുക. ഇതിനെതിരിലുള്ള ബോധവൽക്കരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത് നടപ്പാക്കൂല എന്ന് പറയും ചെയ്യുക. ഇതിനെയാണ് ഒളി അജണ്ട എന്ന് പറയുന്നത്. അതാണ് ഒളി അജണ്ട. ആ ഒളി അജണ്ടയെ കറക്റ്റ് മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൊരു വരി കൂടി നിങ്ങൾ കേൾക്കൂ. ഇതിൻ്റെ 15-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് 17-ാമത്തെ പേജിൽ ഇതാ കൃത്യമായിട്ട് പറയുന്നു, ലിംഗ തുല്യത, ലിംഗനീതി എന്നിവ സംബന്ധിച്ച കേരളീയ സമൂഹത്തിന്റെ പൊതുബോധം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിലവിലുള്ളതിന് എന്ത് വേണം? വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ തൊട്ടടുത്ത വരികളിൽ ജെൻഡർ സ്പെക്ട്രത്തെ കുറിച്ചുള്ള ധാരണകളും വികസിക്കുന്നില്ല. ഏതാ ജെൻഡർ സ്പെക്ട്രം? LGBTQIA+ എന്ന് പറയുന്ന ആ സ്പെക്ട്രത്തെ കുറിച്ചുള്ള ധാരണയും വികസിക്കുന്നില്ല. ലിംഗനീതി, ലിംഗതുല്യത സംബന്ധിച്ച കാര്യങ്ങളും ലിംഗാവബോധവും ആ വാക്കിങ്ങനെ ആവർത്തിച്ചു വരികയാണ്. കുട്ടികളിൽ വളർത്താൻ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പരിമിതികൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കുറെ പരിമിതി ഉണ്ട് അത് പറയാൻ, അതിനെയൊക്കെ അഭിസംബോധന ചെയ്യണം. സ്കൂൾ പാഠപുസ്തകങ്ങൾ, പഠനബോധന രീതികൾ, സ്കൂൾ ക്യാമ്പസ്, കളിസ്ഥലം എന്നിവ ജെൻഡർ ഓഡിറ്റിംഗിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇതിന് സഹായകമായ രീതിശാസ്ത്രം എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും? എന്താ ഈ ജെൻഡർ ഓഡിറ്റിംഗിന് വിധേയമാക്കണം എന്ന് പറഞ്ഞാൽ, ഇനി
കളികളും കാര്യങ്ങളും ഒക്കെ മിക്സഡ് ആയിട്ട് വേണം സ്കൂളിൽ നടക്കാൻ. അതല്ലാതെ എന്തായാലും വെവ്വേറെ പാടില്ല. ആ ജെൻഡർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്നാണ്. ഇങ്ങനെ അങ്ങ് വായിച്ചു പോവുകയാണെങ്കിൽ ധാരാളം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിൻ്റെ ഈ ഒരു റിസോഴ്സ് പേഴ്സൺസിന് കൊടുക്കുന്ന ആ ഭാഗത്തിൽ പറയുന്ന ഈ LGBTQ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വരി കൂടി നിങ്ങൾ കേട്ടാൽ നമുക്ക് ഈ പരിപാടിയോട് അവസാനിപ്പിക്കാം. നോക്കൂ നിങ്ങൾ, അതായത് ഇനി കുട്ടികളിൽ വളർന്നു വരേണ്ട ഒരു സംസ്കാരം എന്താണെന്നറിയോ? ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരികയാണ്. സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മൾ ആരും എതിരല്ല, പക്ഷെ അത് നൽകാനുള്ള ഒരു വ്യവസ്ഥയും ചിട്ടയും രൂപവും ഒക്കെ ഉണ്ട്. അതിന് പകരം ഇനി സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ രൂപം എന്താ വെച്ചാൽ, കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കുക. എന്നിട്ട് പെൺകുട്ടികൾ അവരുടെ അവയവങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ ആൺകുട്ടികളോട് വിശദീകരിക്കുക. ആൺകുട്ടികൾ അവർക്കുണ്ടാകുന്ന വികാരങ്ങളും പ്രശ്നങ്ങളും അവരുടെ അവയവത്തിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെൺകുട്ടികളോട് ഇങ്ങോട്ടും പറയാം. അപ്പോൾ നമുക്ക് അതൊരു മോശമായിട്ട് തോന്നുന്നില്ല. അതൊരു മോശമായിട്ട് ഇനി തോന്നാൻ പാടില്ല. അതൊക്കെ നോർമലൈസ് ചെയ്യണം എന്നാണ്. അങ്ങനെ ആയിരിക്കണം ഇനിയുള്ള കാര്യങ്ങൾ. അതിനൊരു സംഭാഷണത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം എന്ന് പറഞ്ഞതിൻ്റെ 47-ാമത്തെ പേജിലുണ്ട്. ഞാനത് വായിക്കണില്ല, നിങ്ങളെല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. അതായത് രണ്ടാൾ തമ്മിൽ, ആരതിയും ഗോകുലും നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ഒരേ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഒരു ദിവസം രാവിലെ ഗോകുൽ ആരതിയുടെ അടുത്ത് വന്നിരുന്നു. എടാ, ഞാൻ ഇന്നലെ ആർത്തവത്തെ പറ്റി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, പക്ഷെ എനിക്കത് വായിച്ചിട്ട് അത്ര മനസ്സിലായില്ല. സത്യത്തിൽ എന്താ ഈ സംഭവം? എന്നിട്ട് ഇവള് അതിൻ്റെ വിശദീകരണം ഒക്കെ പറയാം. ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവള് ചോദിക്കണത് ഇപ്പം ഞങ്ങളെ കാര്യമൊക്കെ പറഞ്ഞു തന്നില്ലേ, ഇനി നിങ്ങളെ കാര്യമൊക്കെ നിങ്ങൾ ഇങ്ങോട്ടും പറയണമെന്നാണ്. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടും പറയാം. എന്നിട്ട് അത് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കുക. അവസാനം നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു കുട്ടി ഇടപെടുക, അതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞൊരു കുട്ടി വന്നിട്ട് പറയാം, എന്താ നിങ്ങൾ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക. അയ്യേ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, ഇതൊക്കെ മോശമല്ലേ, ലക്ഷ്മി അല്പം ചമ്മലോടെ പറഞ്ഞു. അപ്പം മറുപടി, അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ സാധാരണമായ കാര്യങ്ങളല്ലേ. ലൈംഗികാവയവങ്ങളെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും നമ്മളെല്ലാവരും പരസ്പരം സംസാരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമല്ലേ ലക്ഷ്മി? ഉദാഹരണത്തിന്, എന്താ ഉദാഹരണം? സ്വയംഭോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പോലും നമുക്ക് മടിയാണ്. ഗോകുൽ കൂട്ടിച്ചേർത്തു. സ്വയംഭോഗം അതിനെപ്പറ്റി ചർച്ച ചെയ്യണമൊക്കെ നമുക്ക് മടിയാണ്. ഇനി അതൊന്നും മടി ഉണ്ടാകുമ്പോൾ അതൊക്കെ നോർമലൈസ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. ഇവരുടെ വിദ്യാർത്ഥി സംഘടന കോളേജിൽ നടത്തിയ മാസ്റ്റർബേഷൻ ഡേ അഥവാ ഈ സ്വയംഭോഗ ദിനം ആചരിച്ചു, പോസ്റ്റർ ഒട്ടിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, എന്നിട്ട് പറയാം, സ്വയംഭോഗം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒന്നാണ്. അതിനെ തെറ്റായിട്ടോ മോശമായിട്ടോ കാണേണ്ടതില്ല, ആരതി പറഞ്ഞു. നോക്കി നിങ്ങൾ, ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോണത്. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെൺകുട്ടികൾക്ക് മറ്റു പെൺകുട്ടികളോട് ലൈംഗിക താല്പര്യം തോന്നാനിടയുണ്ടോ? ലക്ഷ്മിക്ക് അടുത്ത സംശയം. പിന്നെന്താ തോന്നാലോ? ആരതി പറഞ്ഞു, സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും തോന്നുന്ന ലൈംഗിക താല്പര്യത്തെയാണ് സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത്. അതുപോലെ ഒരു വ്യക്തിക്കു തന്നെ സ്ത്രീകളോടും പുരുഷന്മാരോടും രണ്ടുപേരോടും ലൈംഗിക താല്പര്യം തോന്നാം. ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണെന്ന് പണ്ട് വിചാരിച്ചിരുന്നു. ഇന്ന് ശാസ്ത്രവും നിയമവും ഒക്കെ ഇത് സ്വാഭാവികമാണെന്ന് അംഗീകരിക്കുന്നു. ആരംഗീകരിച്ചു? അനാവശ്യം പറയുന്നതിനു വേണ്ടി അതിര് ഇവിടെ ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നിയമം കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 377 വകുപ്പ് പ്രകാരം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്വവർഗരതി ശിക്ഷാർഹമായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഹോമോസെക്ഷാലിറ്റി ഈ അടുത്ത കാലഘട്ടം വരെ അതൊരു മാനസികമായ ഒരു പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പിന്നീട് അതിൽ നിന്ന്, ആ ലിസ്റ്റിൽ നിന്ന്, മനോവൈകൃതങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അത് മാറ്റി. അതെങ്ങനെ മാറ്റിയത് അറിയില്ല, വോട്ടിനിട്ട് കണ്ടാ മാറ്റിയത്, അല്ലാതെ വൈദ്യശാസ്ത്ര പഠനത്തിലൂടെ മാറ്റിയതല്ല. അതിനെയാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്നാൽ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ സ്വവർഗരതി? ഇല്ല. ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ ഇന്ന് കാണുന്ന ലൈംഗിക രോഗങ്ങളുടെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത് സ്വവർഗരതിയാണ് എന്നാണ്. ഈ പറയുന്ന ഓരോ തരത്തിലുള്ള പനികളാകട്ടെ, ഗുണേറിയ ആകട്ടെ, സിഫിലിസ് ആകട്ടെ, എയ്ഡ്സ് ആകട്ടെ, ഇതിൻ്റെ ഒക്കെ ശതമാനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. അതൊക്കെ ഒരു ഭാഗത്ത് മറച്ചു വെച്ചിട്ട് പറയുകയാണ് ഇത് ശാസ്ത്രീയമായ ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഇതാണ് LGBTQ എന്ന് പറയുന്നത്. ഇത് ഈ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ആഴമുള്ളതാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നത്
ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന വിശാലമായ സമുദ്രത്തിലെ ഒരു ഐസ്ബർഗ് മാത്രമാണ്. ആ ഐസ്ബർഗിന്റെ അടിയിൽ ഒരു വലിയ മഞ്ഞുമലയുണ്ട്. ആ മഞ്ഞുമലയാണ് ജെൻഡർ പൊളിറ്റിക്സ്. ആ മഞ്ഞുമലയിൽ നമ്മുടെ കപ്പൽ തട്ടാതെ അതിൽ നിന്ന് തെന്നിമാറി കരക്കണക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതികളിൽ നിന്ന് ഇത് പിൻവലിക്കേണ്ടതുണ്ട്. അതിനുള്ള പോരാട്ടമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എല്ലാവരും ഇത് പഠിക്കണം. ഇപ്പോഴാണ് ഇതിന് ഇടപെടേണ്ട സമയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വിവിധ സമുദായ സംഘടനകൾ ഈ വിഷയത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. സാമൂഹ്യ ചർച്ച സംഘടിപ്പിച്ച് ഇതിന്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഗവൺമെന്റിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ PTA മീറ്റിങ്ങുകളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ച് സർക്കാരിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. കഠിനാധ്വാനം വളരെ ആവശ്യമാണ്. കാരണം പൊതുബോധം ഇതിന് അനുകൂലമാണ്, മീഡിയകൾ ഇതിന് അനുകൂലമാണ്, ആങ്കർമാർ ഇതിന് അനുകൂലമാണ്, ചാനൽ പ്രവർത്തകന്മാർ ഇതിന് അനുകൂലമാണ്. അവരുടെ മൈക്ക് ഇതിന് അനുകൂലിക്കുന്നവരുടെ ചുണ്ടുകളിൽ മാത്രമേ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയുള്ളൂ. മഹാഭൂരിപക്ഷം വരുന്ന കുടുംബ സംവിധാനം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് അവരുടെ മൈക്കുകൾ വരില്ല. ആ വിഭാഗത്തിന്റെ ആളുകളെ ചാനൽ റൂമുകളിലേക്ക് ക്ഷണിക്കപ്പെടാറില്ല. പലപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ അവരെ ഒരു നോക്കുകുത്തിയാക്കി വെക്കാൻ വേണ്ടി മാത്രം ഇവരുടെ ഈ ലിബറലിസത്തിന്റെ അജണ്ട ഓരോ വൈകുന്നേരവും കേരളത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നാട്ടയായി അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധാർമ്മിക കേരളമേ, നാം ഉണരണം. ആ ഉണർച്ച നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഈ ജെൻഡർ പൊളിറ്റിക്സ് പിൻവലിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.